ഇൻഡോ പസഫിക് സമാധാനത്തിന് ഇന്ത്യ-ജപ്പാൻ ബന്ധം നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സനെ തകായിച്ചിയെ അഭിനന്ദനം അറിയിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുണ്ടായത്. ചൈനയ്ക്കെതിരെ കടുത്ത നിലപാട് എടുത്തതിനും സൈനിക വിദേശ നയത്തിനും പേരുകേട്ടയാളാണ് പുതിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി. അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംഭാഷണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത് നടക്കാനിരിക്കുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് ഉച്ചകോടിയിലും ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലും നേരിൽ കാണാനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി ഈ ഉച്ചകോടികളിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നതിന് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. നിയുക്ത ജപ്പാനീസ് പ്രധാനമന്ത്രിയുമായി ഇന്ത്യ നയതന്ത്രപരമായി നല്ല ബന്ധം പുലർത്തുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്തോ പസഫിക് മേഖലയിലെ സുസ്ഥിര സമാധാനമാണ് ലക്ഷ്യമിടുന്നതെന്നും മോദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. 2025 ഓഗസ്റ്റ് 29 മോദി ജപ്പാൻ സന്ദർശിച്ചതിന് ആഴ്ചകൾക്കിപ്പുറമാണ് പുതിയ ഗവൺമെന്റ് ജപ്പാനിൽ അധികാരത്തിൽ വരുന്നത്. അന്ന് ഇന്ത്യ-ജപ്പാൻ ചർച്ചയിൽ നിരവധി പ്രധാന വ്യാപാര കരാറുകൾ ഒപ്പുവച്ചിരുന്നു. വ്യാപാരവും താരിഫും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ-US ബന്ധം വഷളായിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരുടെയും കണ്ണുകൾ ഇന്ത്യയുടെയും US-ന്റെയും ഇടയിൽ പാലമായി പ്രവർത്തിച്ച ക്വാഡ് പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാൻ സനെ തകായിച്ചി മുൻകൈയെടുക്കുമോ എന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.